സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ചെലവുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കമ്പനിയായി മാത്രപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ല. കാരണം റിപ്പോർട്ടർ ടി വിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതിന് വരെയായിരുന്നു അതൊരു തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് അറിയാം. നിങ്ങൾ ആദ്യം അയച്ച പൈസയെക്കുറിച്ച് അറിയാം. ഇനി അടുത്തൊരു ലെവലിലേക്കും കൂടെ പോയിട്ടുണ്ട്. അത് സാമ്പത്തികം എത്രയാണോ മുടക്ക് വരുന്നത് ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്തായാലും. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവർക്കും കളി കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. കാരണം എത്ര കളി കാണാൻ പറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ഒരു ബേസ് എന്ന് പറയുന്നത് ഏകദേശം എത്രയുണ്ടാവും? പിന്നെ 50,000 ടിക്കറ്റ് സീറ്റ് നമുക്ക് മാക്സിമം പോയി 50-55,000 ടിക്കറ്റൊക്കെ കൂടുതലൊന്നും സീറ്റ് ഉണ്ടാവില്ല നമ്മുടെ ഒരു സ്റ്റേഡിയത്തിനകത്തും. 2 സ്റ്റേഡിയമുള്ളൂ, നമുക്ക് കൊച്ചിയും തിരുവനന്തപുരം ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരം വെച്ചാൽ 55,000 ടിക്കറ്റേ ഉള്ളൂ. ആരാധകർ എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് കൊള്ളുന്ന ആരാധകരെ നമുക്ക് മാക്സിമം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നോക്കാം എത്രയാണെന്നുള്ളത്. പക്ഷേ ആരാധകർക്ക് ഒരു കാരണവശാലും അവരെ കാണാത്തൊരു വിഷമം ഉണ്ടാവില്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു ആരാധകരെ കാണിക്കാനും അവരുടെ ഒരു റിയാക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം റിപ്പോർട്ടർ ടി വി ഒരുക്കുക. എന്തായാലും ഗവൺമെൻറ് ഒരുക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ.